നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എഡിറ്ററായിരുന്ന നൌഫൽ അബ്ദുള്ള ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, ശരത് സഭ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ഹൊറർ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. നെല്ലിക്കാംപൊയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ രാത്രി കാലത്ത് ശല്യമായി മാറുന്ന ഒരു അജ്ഞാത ജീവി അല്ലെങ്കിൽ ഒരു അജ്ഞാത രൂപം, അതെന്താണ്, അതിന്റെ പിന്നിലെ നിഗൂഢത എന്താണെന്നൊക്കെ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പടത്തിന്റെ കഥ എന്ന് പറയാം. ഇത് സ്പോയിലർ ഒന്നും ആയിരുന്നില്ല, ഇത് ഓൾറെഡി ട്രെയിലർ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നീറ്റ് വാച്ച് കോമഡി ഹൊറർ ത്രില്ലർ ആണിത്. എനിക്കൊട്ടും ബോറടി ഒന്നും ഫീൽ ചെയ്യാതെ എൻഗേജിംഗ് ആയിട്ട് കണ്ടു തീർത്ത ഒരു സിനിമയാണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരുന്ന ഈ പോത്തും കുതിരക്കാലൻ അങ്ങനെയൊക്കെയുള്ള ചില നാട്ടിൻപുറം മിത്ത് സംഭവം ഉണ്ടല്ലോ, പിള്ളേരെ പേടിപ്പിക്കാനായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നത്, അതിങ്ങനെ ഡെവലപ്പ് ആക്കി ഒരു തിരക്കഥ ഒരുക്കിയതാണ് ഈ പടത്തിന്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പണ്ട് സിനിമയൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല, ജഗതിയുടെ ഒരു കോമഡി സീനായിട്ട് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. രാത്രിയിൽ എവിടെയോ പോയിട്ട് തട്ടുകടയിലോ മറ്റോ, എന്നിട്ട് താഴെ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ കാല് പോത്തും കാലായിട്ടുള്ളത് കോമഡി ആയിട്ടാണ് പണ്ട് കാണിച്ചത്. പക്ഷെ പണ്ടത് കാണുമ്പോൾ ഒരു ചെറിയ പേടി തോന്നുമായിരുന്നു. അതുപോലെ ഒരു ഐറ്റമാണ് ഈ ഭയം എന്ന് പറയുന്ന സംഗതി. അതിനെ നേരിട്ടാൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തിനോടെങ്കിലും ഭയമുള്ള നമ്മളിൽ പലരുടെയും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ നേരിടുക എന്നുള്ള ഒരു കാര്യമാണ്. ആ ഒരു കടമ്പ മറികടക്കുക എന്നത് ഒരു യമണ്ടൻ ടാസ്ക് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഈ സിനിമ ബേസിക്കലി പറയുന്നത് എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു നാട്ടിൻപുറ കാലത്തെ കെട്ടുകഥ, ആ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയാം. അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പോകുന്ന പടം, കുറച്ച് ത്രില്ലിംഗുമാണ്, ഹൊറർ എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാനൊന്നും ഉള്ളതില്ല എങ്കിലും പക്ഷെ ചെറിയ ഒന്ന് രണ്ട് സീൻസിൽ ഞാൻ അവിടെ ചിരിച്ചായിരുന്നു. പിന്നെ ഈ ഒരു വിശ്വാസം, അന്ധവിശ്വാസം, അതിനോടൊപ്പം യുക്തിചിന്ത, ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ഒരു ചെറിയ സ്പോയിലറാണ്, അത് കാര്യമായിട്ട് നിങ്ങളെ ആസ്വാദനത്തെ ബാധിക്കില്ല. ഇതിലെ മെയിൻ ക്യാരക്ടറിൽ ഒന്നായ ചോദിച്ചേച്ചിയും പുള്ളിക്കാരി എന്താണ് വിട്ടുപോകാത്തത് എന്നുള്ള ഒരു കൺസെപ്റ്റും അത് കൊള്ളാമായിരുന്നു തോന്നി. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയമല്ല, അതൊരു തരം കെയർ ആയിരുന്നു എന്നുള്ള ഒരു സത്യം, ആ ഒരു സംഭവമാണ് ഈ ചോദി ശ്യാം കണക്ഷൻ. അതാണ് എനിക്ക് പടത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. പെർഫോമൻസ് പറഞ്ഞാൽ എല്ലാവരും നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്യാമായിട്ട് വന്ന മാത്യു തോമസ് നന്നായിട്ടുണ്ടായിരുന്നു. മാത്യുവിന്റെ ആ ഒരു കുട്ടിത്തത്തിന് ചേർന്ന ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചില ചെറിയ മാസ് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അത് പുള്ളിക്ക് ചില എക്സ്പ്രഷൻസ് ഒക്കെ വെച്ച് പുള്ളിയുടെ ആ ഒരു കുട്ടി ഫേസ് കൊണ്ടോ എന്തോ മറ്റോ അങ്ങോട്ട് അത്രയ്ക്ക് ചിലയിടത്ത് യോജിക്കാത്ത പോലെ എനിക്ക് തോന്നി. സ്റ്റിൽ ആക്ഷൻ ഒക്കെ നീറ്റ് ആയിട്ട് തന്നെ മാറ്റി ചെയ്തു വെച്ചിട്ടുണ്ട്. രാജേഷ് ഏട്ടനായിട്ട് വന്ന ശരത് സഭ നൈസ് ആണ്. ഈ പടത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൽ ഒന്നാണത്. ശരത് സഭ ഒരു അന്യായ നടൻ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് വന്ന തലവര, അതുപോലെ ലോക, ഇപ്പൊ ഈ പടം, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഡിഫറെന്റ് ക്യാരക്ടറാണ്. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഏത് റോള് കൊടുത്താലും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ് താനെന്ന് ശരത്ത് ഈ പടത്തിൽ കൂടിയും തെളിയിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ സിനിമയിലെ ജാഫർ സാദിഖ് എന്നൊരു നടൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പുള്ളി കിടുവായിരുന്നു. ആ ഒരു ബോഡി ലാംഗ്വേജും മെയ് വഴക്കം, ഇതൊക്കെ അസാധ്യമാണെന്ന് പറയാതെ വയ്യ. പിന്നെ റോഷൻ ഷാനവാസും തന്റെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. നായികയായിട്ട് വന്ന മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, നമ്മുടെ വാഴയിൽ മറ്റേ ബൈക്കൊക്കെ ഓടിച്ചിരുന്ന പെൺകുച്ച്, നീറ്റായിട്ട് തന്നെ റോൾ ചെയ്യിച്ചിട്ടുണ്ട്. ചോദ്യമായിട്ട് വന്ന മെറിൻ ഫിലിപ്പ് കിടുവായിരുന്നു. പിന്നെ പട്ടാളക്കാരനായിട്ട് വന്ന അബു സലിമിന്റെ ക്യാരക്ടറും കൊള്ളാം. ക്യാമിയോ റോളിൽ വന്ന വിഷ്ണു അഗസ്ത്യയും രസമുണ്ട്. റോണി ഡേവിഡ്, നൌഷാദ് അലി, നസീർ സംക്രാന്തി, അങ്ങനെ കുറച്ച് ആൾക്കാരും പടത്തിലുണ്ട്. അഭിലാഷ് ശങ്കറിന്റെ ക്യാമറ കൊള്ളാം. സംവിധായകൻ നൌഫൽ അബ്ദുള്ള തന്നെയാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. നേഹ നായരും യാക്സൻ ഗേരി പെരേരയും ചേർന്നാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസ് ആയിരുന്നു. പാട്ടുകളും വരികളും രസമുണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിരുന്നു ഇതിന്റെ വരികള്. മറ്റേ ഇന്നലെ വരെ പേടി എന്നൊരു പാട്ട്, പിന്നെ ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലവ് സോങ് ഒക്കെ, അതിന്റെ വരികൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതിന്റെ കളർ ഗ്രേഡിങ്, ലൈറ്റിങ്, കളർ ടോൺ ഒക്കെ കൊള്ളാം. പിന്നെ ഇതിലെ ആക്ഷൻ, ഈ പോത്തുംകാല നോട്ടം, അത് ഗ്രാഫിക്സും ചിലപ്പോൾ കയറൊക്കെ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഇതിലെ പ്രണയം അല്ലെങ്കിൽ നഷ്ടപ്രണയം, സൗഹൃദം, മറ്റു കാര്യങ്ങളൊക്കെ നൈസ് ആണെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നിയില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ ഇതിൽ കാണിക്കുന്ന ഒരു കാലഘട്ടം മിക്കവാറും ഒരു 2000ന്റെ തുടക്കം അല്ലെങ്കിൽ 90s അവസാനമൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളൊക്കെ ഇപ്പോഴത്തെ കാലത്തേതാണ്. അങ്ങനെ ചില ഡീറ്റെയിലിംഗിൽ ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ഹൊറർ കോമഡിയാണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. നിങ്ങളെ മുഷിപ്പിക്കാത്ത ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഒരു പ്ലോട്ട്, സബ്ജക്റ്റിന്റെ പ്രത്യേകത ഒക്കെ കൊണ്ട് നല്ല സൗണ്ട് ഇഫക്ട്സ് ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മണിക്കൂർ 2 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. 18+ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.